Hello guys, welcome to Cash Roller മൂവി റിവ്യൂ ചാനൽ. ഇന്ന് പറയാൻ പോകുന്ന ശമന്ത ഖമനി എന്ന സിനിമയാണ് റിവ്യൂ ആണ്. ഇറ്റ്സ് എ തെലുങ്കു കോമഡി ത്രില്ലർ, ഡയറക്റ്റ് കോമഡി എന്നാണ് എനിക്ക് പറയാനുള്ളത്. പടത്തിൽ അഭിനയിച്ചേക്കുന്നത് സന്ദീപ് കിഷൻ, ആദി സൈകുമാർ, സുധീർ ബാബു, നര രോഹിത്, അനന്യ സോണി, അതാരാണ് എന്തോ ചാന്ദിനി ചൗധരി, നമ്മുടെ സഭാനായികല്ല നടി. ഓക്കെ, പിന്നെ രാജേന്ദ്ര പ്രസാദ്, ഇന്ദ്രജ ചേച്ചി, എന്തിനാണ് തനിക്കേല്ല ഭരണി, പിന്നെ ശിവാജി ദാസ്, ലെജൻഡ്, പിന്നെ ഏതിലായിരുന്നു വില്ലൻ മറന്നുപോയി, പിന്നെ കുരുവി എന്നൊക്കെ ഈ 3 സിനിമയിൽ വില്ലനായിട്ട് അഭിനയിച്ച സുമൻ അണ്ണൻ ഈ പടത്തിൽ വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എന്തോ എന്താണ് ചോദിക്കാനുള്ളത് അതിനെക്കുറിച്ച്. ആൻഡ് ഡയറക്റ്റഡ് ബൈ ശ്രീറാം ആദിത്യ. എന്തോ ഇയാളുടെ വേറെ പടം ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ. അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമന്റിൽ പറയുക. പിന്നെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ വോയിസ് ഇത്തിരി ലോ ആയിരുന്നു, നിങ്ങൾ അറിയായിരിക്കും. അപ്പം മാക്സിമം ശരിയാക്കാൻ നോക്കുന്നുണ്ട്. ഇനിയുള്ള വീഡിയോസിൽ മാക്സിമം ശരിയാക്കാൻ നോക്കും. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് 11 പേരേ ആയിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് കൂട്ടിത്തരുകയും പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് പറയാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. അത് നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, മാത്രം പറയുന്നു. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാൻ പടം എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം പടത്തിൽ അത്യാവശ്യം നല്ല കോമഡി ഇല്ല. കോമഡി ഫസ്റ്റ് ഹാഫിലുള്ള, സെക്കൻഡ് ഹാഫിലും കോമഡി നൈസായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ ത്രില്ലർ എന്ന് പറയാൻ ഈ പടത്തിൽ ഒരു വെള്ളം കുടിക്കാൻ പോലും പറ്റൂല. ത്രില്ലർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അങ്ങനത്തെ പടം എന്തോ കോമഡി ഒക്കെ നൈസായിട്ട് എടുത്തിട്ടുണ്ട്. ഒക്കെ സമ്മതിച്ചു. ഇറ്റ്സ് എ ഡയറക്ടർ ബ്രില്യൻസ്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദിസ് ഈസ് എ ത്രില്ലിങ് എലമെൻ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ട് പോലില്ല കേട്ടാ. എന്തോന്നത് സന്ദീപ് കിഷൻ, നര രോഹിത്, സുധീർ ബാബു, ആദി സൈകുമാർ, ഈ 4 പേരും അവരുടെ വേർസ്റ്റ് അഭിനയമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ മര്യാദയ്ക്കൊന്ന് അഭിനയിച്ചത്, ഈ സിനിമയിൽ മര്യാദയ്ക്ക് അഭിനയിച്ചിട്ട് തോന്നിയത് രാജേന്ദ്ര പ്രസാദ് മര്യാദയ്ക്ക് അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ കോമഡിയൊക്കെ നൈസായിട്ട് ഈ സിനിമയിൽ വർക്കൗട്ടായിട്ടുണ്ട്. പിന്നെ ഇന്ദ്രജയുടെ റോളും നല്ലതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ചാന്ദിനി ചൗധരി, ഇറ്റ്സ് എ പോസിറ്റീവ്. പിന്നെ വില്ലത്തരം, അവസാനത്തെ ട്വിസ്റ്റ് കൊള്ളാം. അതൊരൊന്ന് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. അല്ല വേറൊന്നും കാണാനൊന്നും ഇല്ല ഈ പടത്തിൽ, അത് വേറെ കാര്യം. പിന്നെ ക്ലൈമാക്സും കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ കോമഡി സീൻസ് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് രാജേന്ദ്ര പ്രസാദിൻ്റെ മാത്രം. മറ്റുള്ളവരുടെ കട്ടശോകമായിട്ടാണ് എടുത്തിരിച്ചിരിക്കുന്നവർ. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് പോലും അറിഞ്ഞോളേ. അമ്മേ, ഡയറക്ടർ ഇനി ഇങ്ങനത്തെ പടം ചെയ്യുമ്പോൾ ഒന്ന് മര്യാദയ്ക്ക് ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ചെയ്യണം. പിന്നെ വെറുതെ അല്ല ഈ സിനിമ ഫ്ലോപ്പായത്. ഫ്ലോപ്പ് സിനിമയാണിത്. സത്യൻ രാജേഷൊക്കെ കോമഡി അടിക്കാൻ വന്നിട്ട് എ ക്ലാസ് കോമഡി അടിച്ചിട്ട് പോകണ ആൾക്ക് കാണാൻ എന്ത് ഇവനൊക്കെ ആരുടെ ഈ സിനിമയിൽ എടുത്തത്? ഇവനല്ലെങ്കിൽ അങ്ങനെയാണ്, ഇടയ്ക്ക് മര്യാദയ്ക്ക് അഭിനയിക്കും, ഇടയ്ക്ക് മര്യാദയ്ക്ക് അഭിനയിക്കൂല. എന്തോ അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക. എന്തിനാ
പടത്തിൻ്റെ സ്ക്രീൻ പ്ലേ കൊള്ളാം, അതൊരു പോസിറ്റീവാണ്. ബട്ട് സ്റ്റോറി ഇറ്റ്സ് എ നെഗറ്റീവ്, ഇറ്റ്സ് എ സ്പോയിലർ. ഇത് സ്പോയിലറിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ കുറച്ച് പടത്തിനെ കുറിച്ച് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ, തനിക്കെല്ലാം പരിഗണി ഈസ് എ പോസിറ്റീവ്. ആദിത്യകുമാറിൻ്റെ അപ്പനായിട്ടാണ് വന്നിരിക്കുന്നത്, അതൊരു പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും അതൊരു പോസിറ്റീവാണ്. വേറെ ഒന്നും പോസിറ്റീവ്. പിന്നെ ഒരു കാറ് മാത്രം. ആ കാറിന് എന്തിനാ ഷമന്ത ഖമനി എന്ന് പറയും. സിനിമയുടെ പേര് ആ കാറിൻ്റെ പേരാണ്. ആ കാറിൻ്റെ പേരാണ് ഈ സിനിമയുടെ പേര് കൊടുത്ത് വെച്ചത്. എന്തോന്നടേ ഈ പടത്തിനെ കുറിച്ച് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ചോദിച്ചാൽ ഒന്നും പറയാനില്ല. ഈ പടത്തിൽ സ്ക്രീൻ പ്ലേ കൊള്ളാം. ചാന്ദിനി ചൗധരി, രാജേന്ദ്ര പ്രസാദ്, ഇന്ദിരജ, തനിക്കേല ഭരണി, ഈ ഇതൊക്കെ അഭിനയം നൈസായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ സുമനണ്ണൻ്റെ വില്ലത്തരവ് അവസാനത്തെ ഒരു ട്വിസ്റ്റും അടിപൊളിയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ബാക്കിയൊന്നും കൊള്ളില്ല എങ്കിൽ എൻ്റെ അഭിനയം. ആ ട്വിസ്റ്റിൽ ഉള്ള അഭിനയം അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാൻ എന്ന് മാത്രമേ പറയാനുള്ളൂ. എനിക്ക് ഇത്ര പറയാനുള്ളൂ. ഈ പടം ഇരുന്ന് കാണുന്നോട്ടും ഭേദം വല്ല തൂങ്ങിച്ചാവണയാണോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പടം ഇരുന്ന് കാണുന്നതാണോ നല്ലതെന്ന് ഞാനും ആലോചിച്ചതാണ്. എന്നാലും കണ്ടേക്കാന്ന് വിചാരിച്ചു. സന്ദീപ് വിഷൻ്റെ പടമല്ലേ ഇരുന്ന് കണ്ടതാണ്. എന്തായാലും ഊളപ്പടം എന്ന് മാത്രമേ പറയാൻ. ഇത്രയും വേസ്റ്റ് പടം എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ. എന്തായാലും 23-ാം തീയതി ടർബോ ഒരെണ്ണം തിയേറ്ററിൽ. അതിന്ന് എനിക്ക് നല്ല പ്രതീക്ഷയുള്ള സിനിമയാണ്. മമ്മൂക്കയാണ്, രാജ്ബി ഷെട്ടിയുണ്ട്, നമ്മുടെ പുഷ്പയിലെ മംഗളം ശ്രീൻ്റെ ഉണ്ട്. പിന്നെ കബീർ ദുഹാൻ്റെ ഒരു കംബാക്ക് ആവട്ടെ എന്ന് വിചാരിക്കണം. മറ്റേ പടത്തിൽ വില്ലത്തിന് എനിക്ക് കണ്ടത് ഇഷ്ടപ്പെട്ടില്ല. മീൻസ് ആക്ഷനില്ല. അവസാനം അവസാനം കണ്ടതും അത് തന്നെയാണ്. അതിന് മുമ്പായിട്ടാണ് രാഗിനിയൊക്കെ കാണുന്നത്. ആ സമയത്തൊക്കെ കൊള്ളായിരുന്നു. എന്തായാലും നല്ല പ്രതീക്ഷയുണ്ട്. പിന്നെ അഞ്ചിൻ്റെ ജയപ്രകാശൊക്കെ മര്യാദയ്ക്ക് അഭിനയിച്ചാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കണം. വേറൊന്നും പറയാനില്ലേ. പിന്നെ നെക്സ്റ്റ് മന്താണ് ഇന്ത്യൻ 2 വരണേന്ന് തോന്നുന്നു കേട്ടോ. ഇന്ത്യൻ 2-ഉം കൽക്കിയും വരണേന്ന് തോന്നുന്നു. അതിന് കേട്ട വെയിറ്റിംഗ്. ഗുരുവായൂരമ്പലം, ഞാനൊരു പൃഥ്വിരാജ് ഫാനാണ്. അപ്പോൾ എനിക്ക് ഗുരുവായൂരമ്പലം നടയിൽ കാണണമെന്നുണ്ട്. ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. കാരണം ടിക്കറ്റൊക്കെ എടുക്കാൻ നോക്കുമ്പോഴൊക്കെ ഹൗസ്ഫുള്ളാണ്. അപ്പോൾ അത് കണ്ടിട്ട് എൻ്റെ റിവ്യൂ പറയാം. പിന്നെ ജൂലൈയിൽ ഏതും പടം ഉണ്ടോ? ജൂലൈയിൽ വേദ മാത്രമേ ഉള്ളൂ, ജോൺ അബ്രഹാമിൻ്റെ. പിന്നെ ഓഗസ്റ്റിൽ അറിഞ്ഞൂടാ. സെപ്റ്റംബറിൽ ബാരോസ്, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം നമ്മുടെ വിജയിൻ്റെ പടം. പിന്നെ ARM. ഒക്ടോബറിൽ ദേവര. പിന്നെ നവംബറിൽ കങ്കുവി വിടാൻ വിചാരിച്ചും. ഡിസംബറിൽ വാർ 2 എന്നോട് ഇറങ്ങണം. അറിഞ്ഞൂടാ. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ പടം സംബന്ധമായി വെച്ച് എന്ത് ഉള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ടാറ്റ, ബൈ ബൈ, ഡെൽറ്റ, വസ്കസ്.